മൂഴിയാർ ഡാം കൂടി തുറന്നതിന്റെ ഭാഗമായി പമ്പയാറ്റിലും അച്ചൻകോവിലാറ്റിലും ജലനിരപ്പ് ഉയരാൻ നല്ല സാധ്യതയുണ്ട്. ഏതാണ്ടൊരു 4 മണിക്കൂർ കഴിയുമ്പോൾ അവിടെ നിന്നുള്ള ജലം ചെങ്ങന്നൂർ, പമ്പയിലും അച്ചൻകോവിലും എത്താനാണ് സാധ്യത. ഇപ്പോൾ 18 ക്യാമ്പുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ആ 18 ക്യാമ്പുകളിലും എല്ലാ സൌകര്യങ്ങളും ഏർപ്പെടുത്തി ആവശ്യമായ സംവിധാനം ഒരുക്കി വരികയാണ്. ഏതെങ്കിലും സ്ഥലങ്ങളിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ MLA ഓഫീസിലോ MLA നേരിട്ടോ ബന്ധപ്പെടാവുന്നതാണ്. ബാക്കി താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ഈ ദിവസങ്ങളിൽ വളരെയേറെ ജാഗ്രത ഉണ്ടാകണമെന്ന് കാണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലെ സാധന സാമഗ്രികൾ ഉയർത്തിവെക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം. ഇന്നലെ രാത്രി വെളുക്കോളം നല്ല മഴയായിരുന്നു. ഇപ്പോഴും മഴ തുടരുകയാണ്. സ്വാഭാവികമായും ജലനിരപ്പ് ഉയരാനുള്ള നല്ല സാധ്യത മൂഴിയാർ ഡാം തുറന്നതോടുകൂടി സംജാതമാവുകയാണ്. ആശങ്ക വേണ്ട, പക്ഷെ നല്ല ജാഗ്രത വേണം. പമ്പയോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾ ക്യാമ്പുകളിലേക്ക് മാറുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് ഇടനാട്, മംഗലം, പാണ്ടനാട്, തിരുവമ്മണ്ടൂർ പ്രദേശങ്ങളിലെ ആളുകൾ, പുത്തങ്കാവ് പ്രദേശങ്ങളിലെ ആളുകൾ, പമ്പയോട് ചേർന്ന പ്രദേശത്തെ ആളുകൾ പരമാവധി ക്യാമ്പുകളിലേക്കോ ബന്ധുവീടുകളിലേക്കോ മാറുന്നതിന് തീരുമാനമെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള ആളുകൾ സാധന സാമഗ്രികൾ ഉയർത്തിവെച്ച് ജാഗ്രത ഉണ്ടാക്കുക എന്നതാണ് ഇപ്പോൾ അവലംബിക്കാൻ കഴിയുന്ന കാര്യം. എല്ലാ തരത്തിലുമുള്ള പ്രതിസന്ധികളെ നേരിടാനുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 2018 അനുഭവങ്ങൾ കൂടി വെച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികളായ നമ്മുടെ സഹോദരങ്ങൾ ചെങ്ങന്നൂരിൽ എത്താൻ വേണ്ടി രാവിലെ തന്നെ അതിന്റെ സംവിധാനം ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അവർ തയ്യാറായിരിക്കുകയാണ്. ഏത് ആപത്ഘട്ടത്തിലും അവരിവിടെ എത്തും. അവരുടെ സഹായം ഞാൻ അതുമായി ബന്ധപ്പെട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ബോട്ടുകൾ കിട്ടാവുന്ന പരമാവധി വ്യക്തിഗതമായ ബോട്ടുകൾ എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങളും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജലനിരപ്പ് ഉയരുകയും നമുക്ക് പ്രളയഭീതിയിലേക്ക് അന്തരീക്ഷം മാറുകയും ചെയ്താൽ അതിനെ തരണം ചെയ്യാനുള്ള എല്ലാ റെമഡിയും, എല്ലാ പരിഹാര മാർഗങ്ങളും നമ്മളിപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആശങ്ക ആവശ്യമില്ല. പക്ഷെ നല്ല ജാഗ്രത ഇന്നും നാളെയുമൊക്കെ ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ക്യാമ്പുകളിൽ കഴിയുന്നവരും അവർക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഉറപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും കുറവ് വന്നാൽ അത് വീണ്ടും ഒന്നുകൂടെ പറയുന്നു, MLA ഓഫീസോ MLAയുമായിട്ടോ ബന്ധപ്പെടണമെന്ന കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.